ഫലസ്തീൻ യാത്രയിൽ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ ഭൂമിയിലേക്ക് കടക്കുമ്പോൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗർജനമായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്ബറ. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭൂമിയിലാണ്. വട്ടമേശ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, സ്വതന്ത്രമല്ലാത്ത അടിമ രാജ്യത്തേക്ക് ഇനി ഞാനില്ല. അവസാനം നാഥൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു. മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയത് ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭൂമിയിലാണ്. നമുക്ക് പോകാം മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തേക്ക്. പല തവണ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചു. ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് ആരോഗ്യസ്ഥിതി പോലും വകവെക്കാതെ നടക്കാൻ കഴിയാത്തതിനാൽ ഒരു സ്ട്രക്ചറിലായിരുന്നു അദ്ദേഹം കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടത്. 1930 ലണ്ടനിലെ സെന്റ് ജെയിൻ പാലസിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ചരിത്രം അടയാളപ്പെടുത്തിയ ആ ഗർജനം ഇങ്ങനെയായിരുന്നു: 7 നാഴിക പോലും നടക്കാൻ കഴിയാത്ത ഞാൻ 7000 നാഴിക താണ്ടി ഇവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. വെള്ളക്കാരായ നിങ്ങളുടെയും ഡോക്ടർ മുൻഷിയുടെയും സിരകളിൽ ആര്യ രക്തമാണ് ഒഴുകുന്നതെങ്കിൽ എന്നെ തുറുങ്കിലിൽ അടച്ച പ്രഭുവിന്റെ സിരകളിൽ ഒഴുകുന്ന അതേ സെമിറ്റിക് രക്തമാണ് എന്റെ സിരകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം എന്ന നിലയ്ക്ക് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസ്ലിമാണ്. ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഒന്നാമതായും രണ്ടാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഒരു ലക്ഷ്യ സാക്ഷാത്കാരമാണ് ഞാൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിൽ ഞങ്ങൾ 32 കോടി ജനങ്ങളുണ്ട്. ബ്രിട്ടന്റെ വെടിയുണ്ടക്ക് മുന്നിൽ മാറുകാട്ടിത്തരാൻ ഞങ്ങൾക്ക് മനോധൈര്യമുണ്ട്. മരണം വരിക്കാൻ ഇന്ത്യക്കാരായ ഞങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിലും 32 കോടി ജനങ്ങളെ വെടിയുണ്ടക്കിരയാക്കാൻ ഉള്ള ധൈര്യവും മനക്കരുത്തും നിങ്ങൾക്കുണ്ടാവില്ല. ഉണ്ടെങ്കിൽ ആ വെടിയുണ്ട ഈ മുഹമ്മദ് അലിയുടെ മാറിലേക്ക് തറക്കട്ടെ. സ്വതന്ത്രമില്ലാത്ത അടിമ രാജ്യത്തേക്ക് ഞാൻ ഇനി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ സ്വതന്ത്ര നാട്ടിൽ എനിക്ക് 6 അടി മണ്ണ് നൽകുക. അദ്ദേഹം ആവശ്യപ്പെട്ട സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ നൽകിയില്ല. എങ്കിലും അടിമ രാജ്യത്ത് തന്റെ ഭൗതിക ശരീരം അടക്കപ്പെടരുത് എന്നാഗ്രഹിച്ച ആ ധീര പോരാളിയുടെ വാക്കുകൾ നാഥൻ കേട്ടു. 1931 ജനുവരി 4 ലണ്ടനിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. ഈ കെട്ടിന്റെ ഉള്ളിലാണ് അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. ഉള്ളിലെ 3 ഖബറുകളിൽ നടുവിൽ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഖബർ.